ഏതവനാണ് ഈ രാവിലെ തന്നെ കോപ്പ് ഉറങ്ങാനും വിടൂല. എന്നാടാ പറ. എടാ നീ ഉറക്കേനുവാ? ഇല്ല ഇല്ല. അല്ല, ഇന്നലെ റിസൾട്ട് വരുന്നു, നീ അറിഞ്ഞിട്ടില്ലേ? എടാ എന്ത് പറ്റി? അന്ന സൗണ്ട് കേട്ടെ. ഇല്ല ഒന്നുമില്ല. നീ എന്താ പറഞ്ഞേ? ഓ റിസൾട്ട്. എടാ സുനാമി എന്നല്ലല്ലോ, റിസൾട്ട് അല്ലേ. എടാ അങ്ങനെ അതിന് നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്നാ? വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളല്ലേ ഇല്ലേ, ചിൽ മാൻ. ഓക്കെ ഓക്കെ, പിന്നെ വിളിക്കാം. റിസൾട്ടോ? എടാ സുനാമി എന്നല്ലല്ലോ, റിസൾട്ട് അല്ലേ. അതിന് നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്നാ? ഹായ്, ഐ എം അക്ബർ. അപ്പോൾ ഇന്നാണ് റിസൾട്ട് വരുന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്ന് 3 മണിക്കും. ഇപ്പോൾ സമയം 10:30 സംതിങ്ങാണ് തോന്നുന്നു. ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കണം തോന്നി, അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും റിസൾട്ടൊക്കെ വന്ന് ഇതിൽ തന്നെ റിസൾട്ടും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഫ്യൂച്ചർ പ്ലാൻ എന്താ, +2 കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതൊക്കെ. ആൻഡ് ഇവരൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഞാൻ എഡ്യൂക്കേഷനെതിരെയും അതുപോലെ തന്നെ ഡിഗ്രിക്കെതിരെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നത് ഇവന്മാർക്കൊക്കെ അറിയാനൊരു ത്വര. ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. ആൻഡ് ചില എണ്ണത്തിന് ഞാൻ കമൻറ്റ് സെക്ഷനിൽ തന്നെ റിപ്ലൈ കൊടുത്തിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് TTC എടുക്കേണ്ട പ്ലാനിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ നെറ്റ് ചുളിയും. ബിക്കോസ് നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ പ്രതികരിക്കും. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ തന്നെ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. ഞാൻ ചിലത് ഇവിടെ കാണിച്ചു തരാം. പുള്ളി ചോദിച്ചാലും കാര്യമുണ്ട്, ശരിയല്ലേ? ആൻഡ് ആ ഒരു വീഡിയോയിലെ ഒരു ക്ലിപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. ഒരു ഡോക്ടർ ആവണമെന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ, പണത്തിൻ്റെ പുറകെയല്ല ഞാൻ പറഞ്ഞല്ലോ, പാഷൻ്റെ ആണെങ്കിൽ അഫ്കോഴ്സ് യു ക്യാൻ ഗോ വിത്ത് യുവർ പാഷൻ. നിങ്ങളുടെ ജേണിയിൽ ഇതുപോലെ കുറേ എണ്ണം കൊണയടിക്കാൻ വരും. ഒന്നും മൈൻഡാക്കണ്ട, ഇങ്ങോട്ട് പോടും. ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു പാഷനാണ്. ചെറുപ്പം മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ടീച്ചറാവണം, ഒരുപാട് പേരെ പഠിപ്പിക്കണം. അതെനിക്ക് മടുക്കുന്ന വരെ ഞാൻ ചെയ്യും. ആൻഡ് ഇപ്പോഴും ഞാനിത് ഉറപ്പിച്ചിട്ടില്ല. എൻ്റെ പ്ലാൻ ബി മാത്രമാണ്. എൻ്റെ ഈ പ്ലാൻ എയും പ്ലാൻ ബി ഒക്കെ ഞാൻ എൻ്റെ ഉപ്പാനോട് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പാരൻസിനെ കൺവിൻസ് ചെയ്യലെന്ന് വെച്ചാൽ അത്ര നിസ്സാര കാര്യമല്ല അല്ലേ. ഞാൻ ഉപ്പാനോട് പറഞ്ഞപ്പോൾ പോലും ഉപ്പ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, TTC തന്നെ പ്രയോറിറ്റി കൊടുക്ക്, ഒരു ഗവൺമെൻറ് ജോബല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം പ്ലാനെ നോക്കിയാൽ മതി. ഉപ്പാക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ്. അത് പറയേണ്ട സമയത്ത് ഞാൻ പറയും. ഇപ്പം നിങ്ങളറിയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉപ്പ പറഞ്ഞ് പ്ലാനെ ഭയങ്കര റിസ്ക്കാണ്, വിചാരിക്കുന്ന പോലെയല്ല. സോ ഇതാകുമ്പോൾ റിസ്ക് കുറവാണ്. ശരിയാ, റിസ്ക് ഹൈ ആണെങ്കിൽ റിവാർഡ് ഹൈ ആവുമല്ലോ. ഇത് റിസ്ക് ലോ ആണ്, റിവാർഡും ലോ ആയിരിക്കും. ബട്ട് സന്തോഷം ഉണ്ടാവും, ബിക്കോസ് ഇറ്റ്സ് മൈ പാഷൻ. സോ പ്ലാൻ എ പോയാലും പ്ലാൻ ബി പോയാലും ഐ എം ഹാപ്പി. ജീവിതത്തിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം, അതല്ല ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ ഇഷ്ടമല്ലാത്തൊരു ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററല്ലേ ഇഷ്ടമുള്ള ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ആ പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കിയ അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ ചങ്ങായിമാർ ഈ കോഴ്സ് എടുത്ത് ചങ്ങായിമാർ അതെടുത്ത് കൊണ്ടുപോയി വീട്ടിൽ നിന്നൊരു പ്രഷറുണ്ട്, അങ്ങനെയല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. അത് ഓർമ്മയിലുണ്ടാവണം എന്ത് ചെയ്യുമ്പോൾ ആയാലും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന എന്ത് കണ്ടാലും ജസ്റ്റ് ലോക്ക് ചെയ്യുക, അതിനെപ്പറ്റി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നിയാൽ ഞാൻ എപ്പോഴും പറയുന്നില്ല, അതായിട്ട് മുന്നോട്ടേക്ക് പോവാം. വേറെ ആരെ കാര്യം നോക്കണ്ട, നിങ്ങളെ ജീവിക്കണ്ട. പക്ഷേ ഈ TTC എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിനും ചില ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് TTC നമ്മൾ 2 വർഷം പഠിച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ കയറണമെങ്കിൽ 10-30 ലക്ഷം റുപ്യ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ, ശരിയല്ലേ? പിന്നെ സ്റ്റുഡൻസ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊരു ഭാഗത്ത് നിൽക്കട്ടെ, എന്നാലും ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ഞാനത് ഉറപ്പിച്ചിട്ടില്ല. മേ ബി എൻ്റെ മനസ്സ് മാറുമായിരിക്കും. എന്തായാലും എൻ്റെ പ്ലാൻ ബി TTC ആണ്. സോ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളെന്ന് വിചാരിച്ചേ ഞാൻ വേറെ ടെറസിൽ കയറിയിട്ട് താഴെ തുള്ളാനെന്നാ. ഞാൻ പോയി ആത്മഹത്യ ചെയ്ത് എൻ്റെ വീഡിയോ എടുക്കും നീയാ? എൻ്റെ ഉപ്പാനും ഉമ്മാനെല്ലാവരും നോക്കുക. എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ആദ്യം തന്നെ ഈ ആത്മഹത്യനെ പറ്റി ചിന്തിക്കുന്ന പിള്ളേരില്ലേ, നിങ്ങളെല്ലാം മനസ്സ് മാറ്റേണ്ട സമയം അതിക്രമിച്ച്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓരോ ഫിലിമിലും അങ്ങനെയാണല്ലോ,
എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പോൾ പോയി ആത്മഹത്യ ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡും അങ്ങനെ ബ്രെയിൻ വാഷ് ആയി പോവും. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ലൈഫാണ്, എന്തായാലും നേരിടാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. റിസൾട്ട് വരുന്നതിന് മുമ്പ് ലോകം ഇങ്ങനെ ചുറ്റുന്നു, റിസൾട്ട് വന്നാലും ഇങ്ങനെ ചുറ്റുന്നു. എന്നാ വ്യത്യാസം? കൂടുതൽ മോട്ടിവേഷൻ ഒന്നും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ഈ പറയുന്ന അനക്കായാലും ചെറിയൊരു പേടി ഉണ്ടാവും റിസൾട്ട് എന്നൊക്കെ വരുമ്പോൾ. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ലൈഫ്. അങ്ങനെ കാണുക. കൂടുതൽ അങ്ങനെ സംഭവമാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദി ലൈഫ്, അത്ര തന്നെ. ആൻഡ് സത്യം പറയാലോ, ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും കട്ടക്ക് കൂടെ നിൽക്കുന്ന കാരണവന്മാരുള്ളതാണ് എൻ്റെ ബലം. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ട് അത്ര ബോധേഡല്ല. എങ്കിലും ഞാനിത് ഉറപ്പിച്ചിട്ടില്ല. ഇപ്പം പറയാലോ ഒരു 50 കാറ്റുണ്ടേ ഫോണ് പോവുക. ഇല്ല, ഒരു 50-50 ചാൻസാണ്. എനിക്ക് കൂടുതലും പ്ലാൻ എ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ബിക്കോസ് പ്ലാൻ എ ഞാൻ ഒരു വർഷമൊക്കെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് സെറ്റാക്കിയാൽ എന്താ പറയുക, ഒരു TTC അല്ലെങ്കിൽ ഡോക്ടർ ഇവന്മാർക്കെല്ലാം കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റും 5 വർഷം കൊണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇത്രയും 10 ഇരട്ടി എന്നൊക്കെ ഞാനിവിടെ നിന്ന് പറയണമെങ്കിൽ അത്രയും ഹാർഡായിരിക്കും അത്. ഫൈനലി റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സൈറ്റിൽ കയറി നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ സൈറ്റിൽ കയറി നോക്കുന്നതും കൂടി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് റിയാക്ഷൻ ഇടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾ. പിന്നെ ഇതാ ഇവിടെ കാണുന്നില്ല നിങ്ങൾ, കുഴപ്പമില്ല. C+ൻ്റെ സംസ്ഥാന സമ്മേളനം എങ്ങനെയാണെന്ന് തോന്നുന്നു. 4 C+ ഒക്കെ റോ ആയിട്ടുണ്ട്. പിന്നെ ഒരു A ഉണ്ട്, B+ ഉണ്ട്. ഫൈൻ. ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ദിസ്. ആൻഡ് ദ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്കും അങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയാൽ പോലും ഇപ്പോൾ ഉമ്മ ചോദിക്കൂലേ എങ്ങനെയുണ്ട് എക്സാം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചാലും ഞാൻ ഉള്ള പോലെ പറയും. അത് കുറച്ചും കൂടി താത്തിയിട്ടായിരിക്കും ഞാൻ പറയാം. അതായത് ഒരു 60 മാർക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു 40 മാർക്കൊക്കെ കിട്ടുമായിരിക്കും. ഒരു B+ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു C+. അങ്ങനെ എല്ലാത്തിലും ഞാൻ എക്സ്പെക്റ്റേഷൻ കുറച്ച് കൊണ്ടുവന്നിന് ഓൾറെഡി. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആൻഡ് നിങ്ങളോട് എനിക്ക് അതേ പറയാനുള്ളൂ. വെറുതെ എന്തിനാണ് ഈ ഓവർ എക്സ്പെക്റ്റേഷൻ എല്ലാവർക്കും കൊടുക്കുന്നത്? നിങ്ങളുടെ കാര്യത്തിൽ തന്നെ നമ്മൾ അധികം ഒന്നും പ്രതീക്ഷിക്കാണ്ട് നിന്നാൽ തന്നെ ലൈഫ് അടിപൊളിയാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈയിടെ ആയിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നി എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ. നിങ്ങളെന്തോ പ്രതീക്ഷിച്ച് അത് നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളെന്തോ കൂടുതൽ പ്രതീക്ഷിച്ച് എന്നിട്ട് കുറവ് കിട്ടി. അതല്ലേ മെയിൻ റീസൺ. സോ അത് മൈൻഡിൽ വെക്കുക. ഫുൾ A+ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ബോധമിടാണ്ട. എൻ്റെ മാർക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അത്രേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ സേക്ക് അപ്ലൈ ചെയ്യാം. 3 സബ്ജക്റ്റ് വരെ നമുക്ക് സേ എക്സാം എഴുതാൻ പറ്റും. സോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഡോണ്ട് വെറി മാൻ. അപ്പോൾ ഹാപ്പി ആയിട്ടിരി. ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ 8 മിനിറ്റിലധികമാണെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിന് അതിൽ കൂടുതൽ ആഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് 8 മിനിറ്റ് ആവാൻ 18 സെക്കൻഡും കൂടി ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വോയിസ് ഓവർ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ വേറൊന്നും വിചാരിക്കല്ലേ.